സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശം വിളിച്ചോതി ഒരു ക്രിസ്മസ് കൂടി വന്നെത്തിയിരിക്കുന്നു. നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളുമായി നാടും നഗരവും ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപരക്ഷയ്ക്ക് വേണ്ടിയാണ് ദൈവം സ്വപുത്രനെ ലോകത്തേക്ക് അയച്ചത്. വിശുദ്ധ ബൈബിളിൽ ലൂക്കയുടെ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു: ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷകൻ ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഇന്ന് ജനിച്ചിരിക്കുന്നു. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മഞ്ഞു പെയ്യുന്ന ഡിസംബർ മാസത്തിൽ വീണ്ടും ആ സത്വാർത്തയ്ക്ക് വേണ്ടി രക്ഷകൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്നതിന് വേണ്ടി നാം ഒരുങ്ങുകയാണ്. ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നവനും ചരിത്രത്തെ രണ്ടായി വിഭജിച്ചവനും അശ്നരുടെയും ആലംബഹീനരുടെയും അത്താണിയുമായ ഉണ്ണിയേശുവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കാൻ നാം തയ്യാറെടുക്കുകയാണല്ലോ. കലഹങ്ങളും മഹാമാരികളും കൊറോണയെ പോലുള്ള പകർച്ചവ്യാധികളും നമ്മെ വീർപ്പുമുട്ടിക്കുന്ന ഈ സമയത്ത് മനസ്സിൽ പ്രത്യാശയുടെയും ശാന്തിയുടെയും നക്ഷത്രവിളക്കുകൾ ഒരുക്കി നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പുൽക്കൂടുകൾ ഒരുക്കി നമുക്ക് ക്രിസ്മസിനായി ഒരുങ്ങാം. 1000 പുൽക്കൂടുകളിൽ ഉണ്ണിയേശു പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ അവിടുന്ന് ജനിക്കുന്നില്ലെങ്കിൽ ക്രിസ്മസ് എൻ്റേതാകുന്നില്ല. കുട്ടികളായ നമ്മൾ മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുകയും മാതാപിതാക്കളെയും മുതിർന്നവരെയും അധ്യാപകരെയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ, അവരോട് സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുമ്പോൾ നാം ഒരു ക്രിസ്മസ് സമ്മാനമായി മാറുന്നു. മഞ്ഞ് പെയ്യുന്ന ഈ ക്രിസ്മസ് കാലത്തെ സുഹൃതങ്ങൾ കൊണ്ട് നമുക്ക് ധന്യമാക്കാം. ഉണ്ണിയേശുയുടെ ജന്മത്തിരുനാൾ കാത്തിരിക്കുന്ന ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.